ഓ മുത്തശ്ശന് 2 ഇളനീര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഇട്ടോളൂ. ആ अरे कुट्टप्पन, तू कैसे है? सब ठीक है ना? तूने खाना नहीं खा लिया? ആ സാറെന്താ പറഞ്ഞത്? കുട്ടപ്പന് ഒഴിവില്ലെങ്കിൽ മൂപ്പര് കയറി തേങ്ങിയിട്ടോളാന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരൂ വരൂ, ഇരിക്കൂ. ഇനി നമ്മള് ബന്ധുക്കളുടെ ഇടയില് ഈ കൈമളുടെ ആവശ്യമില്ലല്ലോ അല്ലേ? അയ്യോ, ഞാനങ്ങ് പോയേക്കാം, പുറത്ത് നിൽക്കാം. മേനോ സാറിന് ചായ? നോ താങ്ക്സ്, ഞങ്ങളിപ്പോ വരുന്ന വഴി കുടിച്ചതേ ഉള്ളൂ. മാത്രമല്ല, ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ സമയം ചായ കുടിച്ച് വർത്താനം പറഞ്ഞ് കളയാനും പാടില്ലല്ലോ. എന്ത് ഉത്തരവാദിത്വം മേനോ സാറേ! എങ്ങനെയെങ്കിലും 30 ദിവസം തള്ളി നീക്കണം. കിട്ടുന്ന ചെല്ലുവാന വാങ്ങി പോക്കറ്റിലിടണം. കൂടുതൽ ആത്മാർത്ഥത കാണിച്ചാൽ നമ്മൾ ഒറ്റപ്പെടും. അല്ല, സാറിനോട് ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്നെക്കാൾ അനുഭവമുള്ള ആളല്ലേ. അങ്ങനെ ഒറ്റപ്പെട്ടത് കൊണ്ടാ ഇവിടെ വന്ന് താങ്കളെ കാണാൻ ഞാൻ തീരുമാനിച്ചു തന്നെ. മുഖവരെ ഒന്നും വേണ്ട, കൈമളെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കോരപ്പത്ത് കുഞ്ഞിരാമൻ നമ്പ്യാരെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്റെ അച്ഛൻ അന്ന് വീട്ടിൽ വന്നപ്പോ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, ബസ് സർവീസ് ആയിരുന്നു. അന്യരുടെ കാര്യം പോട്ടെ, എന്റെ അമ്മ ചെന്ന് ഒരു കാര്യം പറഞ്ഞാൽ കൂടി നേരിട്ട് കാണാതെ വിശ്വസിക്കില്ല. ആ അച്ഛന്റെ മകനാ ഞാൻ. പിന്നെ മേനോ സാർ എന്തിനാ വിഷമിക്കണേ? അതല്ല, ഇതിപ്പോ 6ാമത്തെ ആലോചന എന്റെ മോക്ക് വരുന്നത്. 5 മുടങ്ങിപ്പോയത് അവസാനത്തെ നിമിഷത്തിലാ. ആദ്യമൊന്നും ഞാൻ അത്ര കാര്യമാക്കിയില്ല. പിന്നെ പിന്നെ എനിക്കൊരു തോന്നല്, ആരോ മനഃപൂർവ്വം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കട്ടെ തന്നെ. എന്റെ മകന് നിങ്ങളുടെ മകളെ ഇഷ്ടപ്പെട്ടു, ജാതകവും നല്ല ചേർച്ച. ഇനി നമുക്കിടയിൽ 3ാമതൊരാൾക്ക് പങ്കില്ല, ഈ കൈമളിന് പോലും. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭാര്യ മരിച്ചതിന് ശേഷം ഞാനാണ് അവർക്ക് അമ്മയും അച്ഛനും ഒക്കെ. കൂട്ടുകാരെ പോലെ ഞങ്ങള്. എന്റെ മക്കളുടെ കണ്ണു കലങ്ങാൻ ഞാൻ ഇതുവരെ അവസരം ഉണ്ടാക്കിയിട്ടില്ല. കാരണമൊന്നുമില്ലാതെ കല്യാണങ്ങൾ ഇങ്ങനെ ഓരോന്ന് മുടങ്ങിപ്പോകുന്ന കാണുമ്പോ അവിടെ മനസ്സ് പടയ്ക്കുന്നുണ്ട്. ഞാൻ സങ്കടപ്പെട്ടാലോ എന്ന് കരുതി വിഷമം പുറത്ത് കാണിക്കാത്തതാ. ഇനി അങ്ങനെ സംഭവിച്ച എന്റെ മോക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന മുമ്പ് നേരിട്ട് ഇത് പറയാമെന്ന് വെച്ചത്. വേണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിർത്താലോ. എന്താ മേനോ സാറേ ഇത്? നിങ്ങളുടെ മകൾ എന്റെ മരുമകളായി വരുന്നത് എനിക്ക് സന്തോഷം മാത്രമല്ല, അഭിമാനം കൂടിയാണ്. മറ്റൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. എനിക്ക് വാക്കൊന്നേ ഉള്ളൂ. കല്യാണ നിശ്ചയത്തിന് പണിക്കര് കുറിച്ച് തന്ന തീയതി ഞാൻ കൈമളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്തോളൂ. ഒന്നൊതുങ്ങൂ. അരവിന്ദന് വരാൻ പറ്റും തോന്നുന്നില്ല, ചാണകവണ്ടി വരും. നിശ്ചയം തന്നെ ഒരു കല്യാണത്തെക്കാൾ ഗംഭീരം. ഈ നിലയ്ക്ക് പോയാ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് ഒരു കല്യാണം നടത്തണമെങ്കിൽ ചിലവ് എവിടെ ചെന്ന് നിൽക്കും? അതേക്കുറിച്ച് ഓർത്ത് നീ തലമുണ്ടാക്കണ്ട. ബുദ്ധിയും വിവേകവും ഇല്ലാത്ത നിനക്ക് കുടുംബത്തിൽ പിറന്നവരാരും മാന്യമായിട്ട് കല്യാണം നടത്തി തരില്ല. ചേട്ടനല്ലേ എന്റെ ഗുരു, യഥാ രാജ തഥാ പ്രജ. വാച പഠിക്കാൻ നീ പോയി ചോറുളമ്പ്. കുറച്ച് താമസം ഉണ്ട്, അരി വേവുന്നുള്ളൂ. മണി 2 ചേട്ടൻ ഇത്രയും മനുഷ്യപ്പറ്റില്ലാണ്ടാവും ഞാൻ വിചാരിച്ചോ? മനസ്സിലായില്ല. തൊട്ട് മുറ്റത്ത് നല്ല ഒന്നാന്തര സദ്യ, വളരെ കാര്യമായിട്ട് അവരൊന്ന് വിളിച്ചതല്ലേ. പോകുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അരി അടുപ്പത്തിട്ട്. കല്യാണ നിശ്ചയം എന്നൊക്കെ പറയുന്നത് ബന്ധുക്കൾക്കും അടുത്ത സുഹൃത്തുക്കൾക്കും ഉള്ളതാണ്. നമ്മൾ ഈ 2 വിഭാഗത്തിലും പെടില്ല. ക്ഷണിക്കേണ്ടത് അവരുടെ മര്യാദ, പോകാതിരിക്കേണ്ടത് നമ്മുടെ. പക്ഷെ ഞാനാണെങ്കി പോയനെ. നീയല്ലല്ലോ ഞാൻ. അതെ, ഇനി ഇവിടെ തരാൻ പറഞ്ഞു. എന്താ ഇത്? പായസം. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. എന്നാലും കൊണ്ടുവന്നതല്ലേ, ഇങ്ങോട്ട് തന്നോളൂ. എങ്ങനെയുണ്ട് ചേച്ചിയെ കെട്ടാൻ പോകുന്ന ചേട്ടൻ? കുഴപ്പമൊന്നുമില്ല, എന്നാലും നിറം കുറച്ച് കുറവാ. അത് സാരമില്ല. എവിടെ ജോലി? എയർഫോഴ്സില്. എന്നത്തേക്കാ നിശ്ചയിച്ചത്? 18-ാം തീയതി. ഈ മാസം 18-ാം തീയതിയോ? അപ്പൊ കല്യാണം അടുത്തല്ലോ. പാത്രം വേണ്ടേ? അത് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. സമയാസമയത്ത് കല്യാണം കഴിക്കാൻ പറ്റാന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാ. മിസ്റ്റർ കരുണാകരൻ നായർ, 12/48, ലെവൽ ക്രോസ് റോഡ്, ബാന്ദ്ര വെസ്റ്റ്, മുംബൈ. പ്രൊഫസർ രാമചന്ദ്രൻ നായർ. നമ്മുടെ ഗോപിനാഥന്റെ പേരെഴുതാൻ മറക്കല്ലേ ശേഖര? ഏത് ഗോപിനാഥൻ? സുഭദ്ര ആശുപത്രി കിടന്നപ്പോ എന്നും കഞ്ഞു കൊണ്ടുപോയ ഗോപിയെ. അവരെ കയ്യിൽ ലിസ്റ്റ് കാണും. എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും കുറെ പേരൊക്കെ വിട്ടുപോകും. കല്യാണം നടത്തി പരിചയമുള്ളവർക്ക് പരാതി കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും. എഴുതിയോ? പ്രൊഫസർ രാമചന്ദ്രൻ നായർ, നെല്ലേലിൽ ഹൗസ്. ഒന്നിങ്ങി വന്നേ. എന്താ വാ. നീ കാര്യം എന്താണെന്ന് പറ. ചേച്ചിക്ക് ഭയങ്കര വിഷമം. എന്ത് ചോദിച്ചിട്ടോ ഒരക്ഷരം മിണ്ടുന്നില്ല.
ദാ, നീ തന്നെ നോക്കിയത് സംശയമുള്ള അഡ്രസ് മാറ്റി വെച്ചാൽ മതി. എന്തു പറ്റി എന്റെ കുട്ടിക്ക്? ഒന്നുമില്ല ചാ, കല്യാണമൊക്കെ കഴിയുമ്പോൾ നമ്മളൊക്കെ വിട്ടു പോകണ്ടേ, അത് ഓർത്തിട്ടാവും. പാടി. എന്താ മോളെ? എന്താ? അത് കൊള്ളാം. ഇവളെന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നീ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കാന്നും പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതല്ലച്ചാ, കരയുന്നുണ്ടായിരുന്നു. എന്തിനാ ചോദിച്ചിട്ടൊന്നും മിണ്ടിയതുമില്ല. എനക്ക് തോന്നിയായിരിക്കും. എന്നാ പിന്നെ ചോദിക്കുന്നതിനെങ്കിൽ ഉത്തരം പറഞ്ഞൂടെ? എടീ ഉദ്ദൂസേ, അവള് വിവരമുള്ള കുട്ടിയാ. നിന്റെ മണ്ടൻ ചോദ്യത്തിന് ഉത്തരം പറയണ്ടെന്ന് വിചാരിച്ചാണ് അല്ലേ മോളെ? നീ എന്ന അഡ്രസ് ആ കുട്ടൂസിനെ സഹായിക്കും. അച്ഛന്റെ കണ്ണ് വേദനിച്ചു തുടങ്ങി. ചെല്ല്. എന്തിനാ എന്റെ മോള് കരഞ്ഞ്? കല്യാണം എന്നൊക്കെ പറഞ്ഞ എപ്പോഴായാലും വേണ്ടതല്ലേ? കുറച്ച് വിഷമം ഉണ്ടാവും, അതൊന്നും സാരമില്ല. നല്ല ഭർത്താവും നല്ല കുടുംബവും ഒക്കെ ആകുമ്പോ അതൊക്കെ അങ്ങ് മാറിക്കോളും. പിന്നെ നീ എവിടെ പോയാലും അച്ഛന്റെ മോളല്ലേ, ഞങ്ങളൊക്കെ എപ്പോഴും നിന്റെ ഓടില്ലേ? പ്രശ്നമൊന്നുമില്ല മാഡം. എന്ത് പ്രശ്നം? അല്ല, എന്റെ ബില്ലിന്റെ കാര്യം. മാഡം ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുമ്പോ ടെൻഷനാ. ഞാൻ ഇന്നലെ മിസ്റ്റർ ഹരീന്ദ്രന്റെ വീടിന്റെ മുമ്പിൽ കൂടെ പോയായിരുന്നു. എന്തിന്? വെറുതെ. ടൗണിലേക്ക് പോകുമ്പോ റോഡ് ബ്ലോക്ക്. ചുറ്റിക്കറങ്ങി പോയത് ആ വഴിക്കാ. ഡ്രൈവറാണ് വീട് കാണിച്ചെന്നത്. ബില്ലിന്റെ കാര്യം? ആ വലിയ വീടിന്റെ മുന്നിൽ സാരി ഉടുത്തൊരു പെണ്ണിനെ കണ്ടിരുന്നു. ഹൗസ് ഓണറുടെ മോളായിരിക്കും അല്ലേ? ആയിരിക്കും. മിസ്റ്റർ മേനോന് 2 പെൺകുട്ടികൾ കൂടി ഇല്ലേ? അതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് മാഡം. കള്ളം. ഒരാൾ കമ്പ്യൂട്ടർ സയൻസിനും ഒരാൾ ഫസ്റ്റ് PDCക്കും. ഇതൊക്കെ ആര് പറഞ്ഞു? ആരോ ആവട്ടെ, ശരിയല്ലേ? എനിക്കിതൊക്കെ അന്വേഷിക്കാൻ എവിടെ നേരം? മാഡം ബില്ലിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. മിസ്റ്റർ ഹരീന്ദ്രന്റെ മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ. എന്റെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒന്ന് കണ്ടാൽ നേരെ അക്കൗണ്ട്സിലേക്ക് വിട്ടേക്കാം. പോരെ? താങ്ക് യു. ട്രിവാൻഡ്രത്തേക്ക് എന്നാ പോകുന്നത്? നാളെ പുലർച്ചയ്ക്കുള്ള വണ്ടിക്ക്. അവിടെ എന്റെ ചേട്ടനുണ്ട്, ടെലിഫോൺസിലാ. ഞാൻ വിളിച്ചു പറയാം ഹരിയെ വന്നൊന്ന് കാണാൻ. ഒന്ന് കാണുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. ഇതെന്റെ ചേട്ടന്റെ ഫോൺ നമ്പറാ. താമസിക്കുന്നത് എവിടെയാന്ന് വെച്ചാ ഫോൺ ചെയ്ത് പറഞ്ഞാ മതി. എന്റെ ബില്ലിന്റെ കാര്യം എനിക്ക് മനസ്സമാധാനത്തിന് പോകലല്ലേ? ഹരിയുടെ നക്ഷത്രം ഏതാ? ഉത്തിട്ടാതിയോ പൂരുരുട്ടാതിയോ അങ്ങനെ എന്തോ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കത്ര തീർച്ച പോരാ. വാരഫലം നോക്കുമ്പോ ഏത് നക്ഷത്രമാണോ നല്ലത് അതാണ് ആഴ്ചയിൽ എന്റെ നക്ഷത്രം. ഇതെന്തിനാ ഇപ്പൊ അലാറം അടിക്കുന്നു? അതാ ഞാനും നോക്കുന്നത്. കാലത്ത് 4 മണിക്കാണല്ലോ ഞാൻ അലാറം വെച്ചത്. ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ മാത്രം ശ്രദ്ധ വേണം. വേണ്ട, കൃത്യസമയം നോക്കി അലാറം വെക്കല. ഇപ്പൊ ഓക്കെ. എന്നെ എന്തിനാ നോക്കുന്നത്? ചേട്ടൻ ഇപ്പൊ എന്നെ ഉപദേശിച്ചില്ലേ, ഇനി ഞാൻ ചേട്ടനെ ഉപദേശിക്കാം. കാശ് കൊടുത്തൊരു സാധനം വാങ്ങുമ്പോ ആ സാധനം ഉപയോഗയുക്തമാണോ എന്ന് പരിശോധിച്ച് വാങ്ങണം. ഭാഗ്യത്തിന് ടൈം പീസ് വാങ്ങിയ ഞാനല്ല. ഓ, കാലത്ത് എഴുന്നേക്കാൻ ഞാൻ എന്ത് ചെയ്യും എന്റെ ഭഗവാനെ? ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ ഇന്ന് രാത്രി ഉറങ്ങണ്ട. കാലത്ത് 4 മണിക്ക് കുളിച്ച് നേരെ സ്റ്റേഷനിലേക്ക് വിട്ടോ. വണ്ടിയിലിരുന്ന് സുഖമായിട്ട് ഉറങ്ങാലോ. അത് വേണ്ട, നീ ഇന്ന് ഉറങ്ങണ്ട. 4 മണിക്ക് എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് നിനക്ക് സുഖമായിട്ട് ഉറങ്ങാമല്ലോ. അത്രയ്ക്ക് സുഖം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യും, ചേട്ടൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് വിട്ടോ. പ്ലാറ്റ്ഫോമില് നല്ല ഫസ്റ്റ് ക്ലാസ് ബെഞ്ചുകൾ കാണും, അതിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങ്. 4:30 വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഉണരാലോ. നേരെ വണ്ടി ചാടി കയറി പോവുകയും ചെയ്യാം. ആരാ നോക്ക്? എടാ, വാതിൽ തുറന്ന് ആരാന്ന് നോക്കാൻ. ഞാൻ ഷട്ടപ്പ്, ചേട്ടൻ ഓപ്പൺ. എന്താ ഈ നേരത്ത്? വെറുതെ. കോൺട്രാക്ടർ കിടന്നോ? ഇല്ല, എനിക്ക് നാളെ പുലർച്ചക്കുള്ള വണ്ടിക്ക് തിരുവനന്തപുരത്ത് പോകണം. സാധനങ്ങളൊക്കെ എടുത്ത് വെക്കായിരുന്നു. ഏതായാലും സാറിനെ കണ്ടത് നന്നായി. ബില്ല് മാറി കിട്ടാൻ താമസിച്ചാൽ എനിക്ക് കുറച്ച് ദിവസം അവിടെ തങ്ങേണ്ടി വരും. അപ്പോ മോളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റില്ല. അതിപ്പോ കുറച്ച് നേരത്തെ വന്നാലും പറ്റില്ല. അതെന്താ? കല്യാണം മുടങ്ങി.
എല്ലാം ഒരുക്കി കഴിഞ്ഞ കല്യാണ മണ്ഡപം ബുക്ക് ചെയ്തു, വരുന്നവർക്ക് താമസിക്കാൻ മുറികൾ ഏർപ്പാടാക്കി, സ്വർണ്ണം ഏൽപ്പിച്ചു, സദ്യക്കുള്ള സാധനങ്ങൾ അടക്കം വാങ്ങി. പക്ഷെ ഇന്നൊരു ബോംബ് വീണു, ഒരാറ്റൻ ബോംബ്. ചെറുക്കൻ ഇല്ലീഗലായിട്ടൊരു ബന്ധമുണ്ടത്രേ. അത് വീട്ടുകാർക്ക് ഇപ്പോഴാ മനസ്സിലായതെന്ന്. പറഞ്ഞ ചെറുക്കന്റെ തന്തയാ, മാന്യൻ. അയാളിനോട് ഒരുപാട് മാപ്പ് പറഞ്ഞു. അതിഭയങ്കരമായ പെർഫോമൻസ്. അത് കഴിഞ്ഞിട്ടുള്ള വരവായത്. വീട്ടിൽ കയറിയില്ലേ? എങ്ങനെ കയറും? 6ാമത്തെ കല്യാണമായി മുടങ്ങുന്നേ. വീട്ടിൽ കയറിയ എന്റെ മോടെ മുഖത്ത് നോക്കി അത് പറയണ്ടേ. പിന്നെ 2 വീശി ഒരു ധൈര്യത്തിന്. അതില്ലാത്തതാ, അതിന്റെ ഒരു മടി വേറെ. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് പഠിക്കി നിൽക്കുമ്പോഴാ ഇവിടെ ലൈറ്റ് കണ്ടത്. ഏതായാലും ഈ ശുഭവാർത്ത ആദ്യം അറിയിക്കുന്നത് കോൺട്രാക്ടറെ. ഇത്രത്തോളമായിട്ട് കല്യാണം മുടങ്ങിയാൽ ശത്രുക്കളും അസൂയക്കാരൊക്കെ ഒരുപാടുണ്ട്. റിട്ടയർ ചെയ്യാൻ 1 കൊല്ലം ബാക്കിയുള്ളപ്പോ കുട്ടികളെയും കൂട്ടി ഈ ഓണം കയറാൻ മൂലയിൽ ഒതുങ്ങിക്കൂടി എന്തുകൊണ്ടാണെന്ന് കോൺട്രാക്ടർക്ക് അറിയാവോ? സത്യത്തിൽ പേടിച്ചിട്ടാ. എല്ലാ കനലുകളും ഈ നെഞ്ചിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രയാസങ്ങൾ എന്തിനാ മറ്റുള്ളവരറിയുന്നത്? സന്തോഷം മാത്രമേ പങ്കുവെക്കാൻ പാടുള്ളൂ, ദുഃഖം ഒരിക്കലും പങ്കുവെക്കരുത്. അതിന്റെ തീയിലിങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് വേകുന്ന ഒരു സുഖമാ. ഇനിയിപ്പോ തിരക്കായി. മണ്ഡപം ക്യാൻസൽ ചെയ്യണം, സ്വർണം വേണ്ടെന്ന് പറയണം, ക്ഷണിച്ചവരെയൊക്കെ ചെന്ന് കണ്ട് കാര്യം പറയണം. കല്യാണം നടത്തുന്നതിനൊക്കെ തിരക്കാ. കാലത്തെ വണ്ടിക്ക് പോകണ്ടതല്ലേ, പോയി കിടന്ന് ഉറങ്ങിക്കും. സോറി, ഞാൻ മോനെന്ന് വിളിച്ചു, അറിയാതെ പറ്റിപ്പോയതാ. ഇതുപോലുള്ള സമയത്താ ഒരു മോനുണ്ടായിരുന്നെങ്കിൽ കൊതിച്ചു പോകുന്നത്. സോറി ട്ടോ. ഗുഡ് നൈറ്റ്. ചേട്ടൻ എന്താ ഇത്രയും വൈകിയത്? പോയ കാര്യം നടക്കണ്ട. എന്താണ് അവിടെ ആളുമകളൊക്കെ? ഒന്നും പറയണ്ട ചേട്ടാ, ആകെ പ്രശ്ന. എന്ത് പ്രശ്നം? അവിടുത്തെ മേനോ സാറിനെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല. കാണാനില്ലേ? ആ, അന്ന് രാത്രി ഇവിടെ വന്നില്ലേ? പിറ്റേന്ന് കാലത്ത് കല്യാണ മണ്ഡപവും ഹോട്ടലോ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഗുരുവായൂർക്ക് പോയതാ. ദിവസം 10 കഴിഞ്ഞു, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ആരോടും ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല, ഒരു എഴുത്ത് എഴുതി വെച്ചിട്ടില്ല. എവിടെ പോയെന്ന് ആർക്കും ഒരു വിവരമില്ല. മക്കളോ വയസ്സിനോ ഒക്കെ കരച്ചിൽ തന്നെ കരച്ചിൽ. കല്യാണം മുടങ്ങിയതിന്റെ വിഷമം സഹിക്കാൻ വയ്യാണ്ട് നാടുവിട്ടതാവുമെന്നാ പറയുന്നത്. എന്തായാലും കഷ്ടമായിപ്പോയി. ഞാൻ പെട്ടെന്ന് കുളിച്ചേക്കാം. അപ്പോഴേക്കും നീ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കും. പാക്ക് ചെയ്യാനോ? എന്തിന്? നമുക്കിപ്പോ തന്നെ സ്ഥലം വിടാം. പഴയതുപോലെ ടൗണിൽ എവിടെയെങ്കിലും ലോഡ്ജിലേക്ക് മാറാം. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എടാ കഴുതേ, അവിടെ ഒരാളെ കാണാതിരിക്കുക. ഇനി പോലീസ് വരും, പത്രക്കാർ വരും, അവരൊരു 100,000 ചോദ്യങ്ങൾ ചോദിക്കും. നമുക്ക് എന്തിനായി പൊല്ലാപ്പൊക്കെ? നല്ല ബെസ്റ്റ് ബുദ്ധി. ഹൗസ് ഓണറെ കാണാതായി, ഇടക്കാലത്ത് താമസിക്കാൻ വന്ന വാടകക്കാർ പെട്ടെന്ന് മുങ്ങി. നമ്മൾ രണ്ടാളാത്താവാൻ പിന്നെ ഒരു കാരണവും വേണ്ട. പത്രത്തിലൊക്കെ പടവും വരും. ശേഖരമേനോന്റെ തിരോധാനം, കോൺട്രാക്ടറും സഹായിയും അറസ്റ്റിൽ. നീ വെറുതെ പേടിപ്പിക്കാനാ? ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, കുളിച്ചിട്ട് അവിടെ വരെ ഒന്ന് പോയി അവരെ ഒന്ന് സമാധാനിപ്പിക്കും. അതിലുണ്ടല്ലോ പ്രശ്നം. അതിലെന്താ പ്രശ്നം? എടാ നിനക്ക് അറിഞ്ഞൂടെ, ആരുടെയെങ്കിലും സങ്കടം കണ്ടാൽ അല്ലെങ്കിൽ ആരെങ്കിലും കരയുന്നത് കണ്ടാൽ ഒരു കാര്യമില്ലാതെ എന്റെ കണ്ണു നിറയും. കാണുന്നവർ വിചാരിക്കും ഭയങ്കര ഫീലിംഗ് ആണെന്ന്. ഒരു ഫീലിംഗും ഇല്ല, പക്ഷെ കണ്ണു നിറയും. കണ്ണു നിറഞ്ഞോട്ടെ, ഫീലിംഗ് ഇല്ലല്ലോ. ചേട്ടൻ എന്തായാലും അവരെ പോയി ഒന്ന് കാണണം. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. അന്നപ്പോഴാ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. ബന്ധുക്കളുടെ വീടുകളിലൊക്കെ അറിയാവുന്നിടത്തൊക്കെ നോക്കി, അവിടെ എങ്ങും ചെന്നിട്ടില്ല. വല്ലാത്ത മനപ്രയാസം ഉണ്ടായിരുന്നല്ലോ.
അത് മാറുന്നവരെ ഒന്ന് വിട്ടു നിൽക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്നെയും മക്കളെയും വിട്ട് നിന്ന മനസ്സമാധാനം ഉണ്ടാവും അവന്. വരും, അധികം താമസിയാതെ വരും. ഗോപി എന്ന് ക്ലാസ്സിൽ പോയില്ലേ? ഇല്ല. അതെന്താ? പ്രീ ഡിഗ്രിക്ക് നമുക്ക് റാങ്ക് വാങ്ങിക്കണ്ടേ? അച്ഛൻ വരുമ്പോ ഞാനിവിടെ ഇല്ലെങ്കിൽ എനിക്കും വിഷമാവും, അച്ഛനും വിഷമാവും. ഇന്നലെയും കൂടി ഞാൻ സ്വപ്നം കണ്ടു, കുട്ടൂസെന്ന് വിളിച്ചോണ്ട് എന്റെ അടുത്തേക്ക് വരുന്നത്, എന്നിട്ട് കൈനിറച്ച ചോക്ലേറ്റും ലഡുവും ഒക്കെ തരുന്നത്. എനിക്ക് അത്യാവശ്യമായിട്ട് വർക്ക് സൈറ്റിലൊന്ന് പോണം, പിന്നെ വരാം. ഇവിടെ പറയും താനിങ്ങ് നോക്കി, അങ്ങനെയല്ല കറക്കുന്നേ. ഒന്നുകിൽ ദേ ഈ രണ്ടുപേരിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ബലത്തില്, അല്ലെങ്കിൽ ദേ ഇങ്ങനെ പിടിച്ചിട്ട് മ്യാവും മ്യാവും പിഴിഞ്ഞെടുക്കുന്ന പോലെ. എന്നിട്ടും അഥവാ പാല് വരുന്നില്ലെങ്കിൽ താനിങ്ങ് മറിക്കി മറിയുന്നേ. ഇത് കണ്ടോ, ഈ മുലക്കടിയിൽ ഇങ്ങനെ 1, 2, 3 പ്രാവശ്യം ഇടിച്ചു കൊടുത്താലുണ്ടല്ലോ ചുരുത്തും. എങ്ങനെ ഇടിച്ചു കൊടുത്താലും 1.5 ലിറ്ററിൽ കൂടുതൽ പാല് ഈ പശുവിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തങ്കപ്പന്റെ പരാതി കറക്റ്റാ സാറേ. പാല് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് ദേവകിയമ്മ പറ്റിച്ചതാ. പറയാറായിട്ടില്ല പറയസേ. നല്ല കപ്പലണ്ടി പിണ്ണാക്കും പരുത്തിക്കുരുവും കൊടുത്ത് 2 ദിവസം ഇവളെ നമുക്ക് നിരീക്ഷിക്കാം. എന്നിട്ടും പാല് കൂടുതൽ തരുന്നില്ല എങ്കിൽ നടപടി എടുത്തു. ഓക്കേ സാർ. ആ, താനൊന്ന് കറന്നേ. കറക്ക്. ഏടോ വേറെയൊക്കെ ഇച്ചിരി വേദനയ്ക്ക് നല്ല ബലത്തിൽ കറക്ക്. കണ്ടോ, ഇപ്പൊ പാല് വരുന്ന കണ്ടോ? ആ സാർ, ഓ, ആ പരാതിക്കാര് സാറിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. എടോ ഞാൻ വേറൊരു പരാതി നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് തനിക്ക് കണ്ടാ മനസ്സിലാവില്ലേ? എനിക്ക് മനസ്സിലായി, പക്ഷെ അവർക്ക് മനസ്സിലാവില്ല. ഓ, നാശം. അങ്ങനെ നിശ്ചയിച്ച കല്യാണം മുടങ്ങിയതോടുകൂടി ബുക്ക് ചെയ്ത മണ്ഡപവും ഹോട്ടൽ മുറികളും ക്യാൻസൽ ചെയ്യാൻ ശേഖരമേനോൻ ഗുരുവായൂർക്ക് പോയതാണ്. രാത്രിയായിട്ടും തിരിച്ചു വരാതായപ്പോൾ ബസ് കിട്ടാനിട്ടാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കളെ കാണാൻ പോയതാണെന്നോ. ഹലോ, അതെ, എസ് ഐ തന്നെയാ സംസാരിക്കുന്നത്. ഡെഡ് ബോഡി കിട്ടിയെന്നോ? എവിടെ വെച്ചാ കണ്ടത്? വേണ്ട വേണ്ട വേണ്ട, തൽക്കാലം മോർച്ചറിൽ തന്നെ കിടക്കട്ടെ. ശരി ശരി, ഏർപ്പാട് ചെയ്യാം. ബോഡി ഐഡന്റിഫൈ ചെയ്യാനുള്ള സുകുമാരമുള്ള സ്വാമി. മുളങ്കാവിൽ എസ് ഐ വിളിച്ചത്. അവിടുത്തെ ഏതോ തോട്ടിന്ന് ഡെഡ് ബോഡി കിട്ടിയെന്ന്. ആരുടെയാണ് സാർ? ആ കോട്ടൂരിലെ തല്ലുകേസിൽപ്പെട്ട് വെള്ളത്തിൽ ചാടി പയ്യനില്ലേ അവന്റെ. ഓ, അത് ശരി. ഏതെങ്കിലും സുഹൃത്തുക്കളെ കാണാൻ പോയതാണെന്നോ മാത്രമേ കരുതിയുള്ളൂ. ഗുരുവായൂർക്ക് പോയ ശേഖരമേനോൻ പിന്നീട് തിരിച്ചു വന്നില്ല. നിർത്ത്. വെള്ളത്തിൽ ചാടി ചെറുക്കന്റെ കാര്യത്തിൽ ശേഖരമേനോൻ എങ്ങനെയാണോ കയറി വന്നത്? സാർ, ഇത് ഇവരുടെ പരാതിയാണ്. മനസ്സിലായി. ആ, ശേഖരമേനോൻ പിന്നീട് തിരിച്ചു വന്നില്ല, അത്രയല്ലേ ഉള്ളൂ. ഡെഡ് ബോഡിയായി തിരിച്ചു വന്നവന്റെ കാര്യം ആദ്യം നോക്കട്ടെ. ഞാനും കുട്ടികളും മാത്രമാണ് വീട്ടില്. ഇവിടുന്ന് കാര്യമായിട്ടൊന്ന് ശ്രമിക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ. വരട്ടെ, നോക്കാം. ചേട്ടാ, അവിടെ പോലീസൊക്കെ വന്നിരിക്കുന്നു. പോലീസോ? നീ ഒന്ന് ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ചേട്ടൻ ഇപ്പൊ പോണ്ട, വെറുതെ എന്തിനാ നമ്മള്. സാരല്ല, എന്തായെന്നറിയാലോ. ഒരാളെ കാണാതായിട്ട് പോലീസിൽ പരാതിപ്പെടാൻ ഇത്രയും ദിവസം താമസിച്ചെന്താ? ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ച് കാത്തിരുന്നു. വരില്ല എന്ന് ഉറപ്പായപ്പോഴാ പരാതി തന്നത്, അല്ലേ മാമ? ശേഖരമേനോന് എത്ര മക്കളുണ്ട്? ഈ കാണുന്ന 3 മാത്രം. വേറെ ബന്ധം വല്ലതും ഉണ്ടായിരുന്നു? അതായത് രണ്ടാം ഭാര്യ, വെപ്പാട്ടി, അങ്ങനെ എന്തെങ്കിലും? അയ്യയ്യയ്യേ, ഞങ്ങൾ നല്ല അസല് തറവാട്ടുകാരാ. നീ മറിയിക്കേ. എന്തേ? താനാരാ? അത് വരെ മനസ്സിലായില്ലേ? എന്റെ പേര് പങ്കുണ്ണി മേനോൻ. മെയിൻ ബിസിനസ് അടക്കക്കച്ചവടം, ചാണകച്ചവടം. ഇത് സുഭദ്രന്റെ വീട്, ഇതെന്റെ വീട്, ഇതെന്റെ വീട്. ഇടയിൽ കയറി സംസാരിക്കാൻ താനാരോടോ? മാമ. ആരെങ്കിലും നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ വെല്ലുവിളിക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ അയാൾ എങ്ങോട്ട് പോയി? അതാണല്ലോ നമ്മളോട് അവരെ അന്വേഷിക്കാൻ പറഞ്ഞത്. കല്യാണം മുടങ്ങിയത് നിങ്ങളുടെയാണോ? അതെ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കല്യാണം മുടങ്ങി പോകണമെങ്കിൽ കാരണം എന്തെങ്കിലും ഉണ്ടാവണമല്ലോ. അച്ഛൻ ഇഷ്ടമില്ലാത്ത പ്രണയബന്ധം വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. പ്രണയിച്ചിട്ടേ ഇല്ല? വർഗീസേ, സാർ, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടാണ് സാർ. ഒന്ന് വരൂ. കാണരുതാത്ത ചുറ്റുപാടിൽ നിങ്ങളെ ആരെങ്കിലും അച്ഛൻ കാണാനിടയാവുകയോ അതിൽ മനം നൊന്ന് നാടുവിടാൻ തോന്നുകയോ അങ്ങനെ വല്ലതും? സത്യം പറയണം. കുറെ കൂടെ മര്യാദയാവാൻ സംസാരത്തില്.
സാർ, ഇതൊരു കുറ്റവാളിയുടെ വീടല്ല. ജീവന് തുല്യം അവർ സ്നേഹിക്കുന്ന അവരുടെ അച്ഛനെയാണ് കാണാതായിരിക്കുന്നത്. നിയമത്തിന്റെ വഴിയിലൂടെ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുന്നതിന് പകരം വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കൂടുതൽ വേദനിപ്പിക്കുകയാണോ വേണ്ടത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ സേവകനായിരിക്കണം, സുഹൃത്തായിരിക്കണം, ശവത്തിൽ കുത്തുന്നവനായിരിക്കരുത്. സോറി സർ. വർഗീസേ, സാർ, നമ്മളിപ്പോ വന്നത് ആ ശേഖരമേനോന്റെ കേസ് അന്വേഷിക്കാൻ. ഛെ, അതല്ലടോ. പിന്നെ അയാൾ പറഞ്ഞ ഈ കാര്യം ഉണ്ടല്ലേ? ഉണ്ടോ? ഉണ്ട്. ശരിയാ, അക്ഷരം പ്രതി ശരിയാ, കാര്യമുണ്ട്. താൻ ജീപ്പിൽ കയറ്. ശരി സാർ.